അതെ ഗൈസ്, ഒരു കല്യാണത്തിൻ്റെ തലേന്നുള്ള ക്യാമറ സെറ്റിങ്ങും ലൈറ്റ് പ്രിപ്പറേഷനുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്മീ ചേച്ചി. നമ്മളാളെ മേക്കപ്പ് ചെയ്യാൻ പോണത്. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പോണ അഖിലേട്ടനാണ് കേട്ടോ. പിന്നെ സാറാണ്. കുറേ നേരം ക്യാമറയുടെ ലെൻസിൻ്റെയൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറിക്കണം തുടങ്ങി. അപ്പം നമുക്ക് കഥാപരോട് തുടങ്ങാമല്ലേ. രാവിലെ തന്നെ വെളുപ്പിന് എണീറ്റ് സാരി സെറ്റായ സന്തോഷത്തിൽ ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മിച്ച് ചേച്ചി, ഹെൽപ്പിന് ഞാനും, സൈഡിൽ കട്ടൻ ചായയും കുടിച്ച് ക്യാമറയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അഖിലേട്ടൻ. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുളിച്ച് റെഡിയാക്കിയായി സെറ്റായി പാർലറിൽ വന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ സാരി സെറ്റായ സന്തോഷം എന്ന്. ഞങ്ങൾക്ക് ആക്ച്വലി ആദ്യം കിട്ടിയ സാരി ലാസ്റ്റ് ടൈം റെഡി ആയില്ല. പിന്നെ ബ്ലൗസിന് ഒപ്പിച്ചുള്ള സാരി സെറ്റാക്കാൻ ടൈമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ സെറ്റ് കൊടുത്താലോ എന്ന് വരെ പ്ലാൻ ചെയ്തതാണ്. ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് സ്മീ ചേച്ചി തൻ്റെ സ്വന്തം വെഡിങ് സാരി എടുത്ത് നോക്കുന്നത്. എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾ ഏകദേശം സെറ്റാവുമെന്ന് വിചാരിച്ചെങ്കിലും പാർലറിൽ വന്ന് ബ്ലൗസായിട്ട് പെയർ ചെയ്ത് നോക്കിയപ്പോൾ പോകില്ല എന്ന് തന്നെ വിചാരിച്ച് സെറ്റ് വരെ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എന്തോ മേക്കപ്പ് ലുക്കും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാണ്ടത് പെയറായിപ്പോയി. ആൻഡ് വിചാരിച്ചതിലും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഷൂട്ട് നടത്താൻ പറ്റിയെന്നുള്ളതാണ് മെയിനായിട്ട്. കണ്ണിൻ്റെ ആ ഭാഗത്തേക്കേ കൈ വരുമ്പോൾ കണ്ണ് നിറയുന്ന എനിക്ക് ഒട്ടും എഫേർട്ടില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാണ്ട് അടിപൊളിയായിട്ട് ലെൻസ് സെറ്റാക്കി തന്നു ഗൈസ്. ഫേസ് മേക്കപ്പ് ഇവിടെ ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിര സ്വഭാവം പോലെ എനിക്ക് ഇങ്ങോട്ട് വിശന്ന് തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് ദോശ ഗർഭ, ഇഡലി ഗർഭ, പൊറോട്ട ഗർഭയൊക്കെ ആയിരുന്നു ഗൈസ്. ഇഡലി ഗർഭ, ദോശ ഗർഭ, ബട ഗർഭ. പിന്നെ ബാക്കി റെഡി ആവാൻ തുടങ്ങി. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെയർ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. വളയിടുന്ന കഷ്ടപ്പാടാ നിങ്ങളെ കണ്ടോണ്ടിരിക്കണ ഗൈസ്. ഈ ബ്ലൗസിലെ വർക്ക് കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അത് ബ്ലൗസും സാരി ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ചേർന്നില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോസിൽ കാണാനായിട്ട്. പിന്നെ ഹരിച്ചേച്ചിയോട് കുറച്ച് സംസാരിച്ചിട്ട് ഒരു കയ്യിൽ മെഹന്തിയും അപ്പത്തെ കയ്യിൽ നെയിൽ പോളിഷും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യിൽ അഖിലായിരുന്നു, ഇപ്പത്തെ കയ്യിൽ സാഗറായിരുന്നു. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വരായപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡ് ചെയ്താലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചു. ഏകദേശം ആ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊരു പൊട്ടൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് റെഡിയായത്. ഏകദേശം ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ടച്ചപ്പും കൂടെ ലാസ്റ്റ് ടൈം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ചെയ്ത ബ്രൈഡല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ ഇതായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ഹെയർ ചെയ്ത് ഭയങ്കര ഒന്നും അനങ്ങി പോലും ഇല്ല അവിടെ നിന്ന്. എന്നിട്ട് മുഖത്തിൽ നല്ലോണം ചേർന്നുണ്ടായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ ഈ ചാർലി സിനിമയ്ക്ക് ദുൽഖർ ഒരു കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടത്തില്ല, അങ്ങനെ എണ്ണറപ്പായ കുതിരയത്. ഓർണമെന്റ്സ് ഒക്കെ റെന്റലെടുത്ത് നെയ്യാത്തിന്നായിരുന്നു കേട്ടോ. പൊക്കത്തുണ്ടായിരുന്ന നെക്ലേസും ഒക്കെ നമ്മുടെ അശ്വതി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ആയിരുന്നേ. പിന്നെ ഒരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനും സാറേണ്ണും സ്മീ ചേച്ചിയും ഉണ്ണിയും അക്കും അഖിലേനും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ലൊക്കേഷനിലേക്ക് പോകായിരുന്നു. പിന്നെ ലൊക്കേഷനിലേക്ക് പോകണ വഴി പിന്നെ വിശന്നു. അപ്പോൾ ഞങ്ങൾ കയറി ഒരു നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എന്താണ് ഇപ്പോൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഓടിയോ നെയ്ച്ചോറും ബീഫൊക്കെ കഴിക്കണേ, ചെറുക്കനില്ല എന്നൊക്കെ. എനിക്ക് ആ മൂക്കത്തെ സാധനം ഊരാൻ തോന്നില്ല ഗൈസ്. പിന്നെ എൻ്റെ ഡ്രിങ്ക്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡിലൊക്കെ കൂടിയൊക്കെ ഇട്ടു. പ്ലാൻ ചെയ്ത കുറച്ച് ഇൻഡോർ ഷൂട്ട്സ് ആയിരുന്നു, അതുകൊണ്ട് നേരെ ധ്യാനിലേക്ക് വന്നു.
ആ സാരി ഡ്രേപ്സും പ്ലീറ്റ്സും എല്ലാം അങ്ങനെ തന്നെ ഉടുത്തപ്പോൾ ഉണ്ടായിരുന്ന മുതൽ ലാസ്റ്റ് അഴിക്കുന്നവരെ അതങ്ങനെ തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ഓൾഡ് മോഡൽ സാരി ആണെങ്കിലും നമുക്കത് മൊത്തത്തിലുള്ള ലുക്കിലൊന്നും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷോട്ടൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത വേറെ കുട്ടികളുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറമാൻ സാഗർ സ്ഥലത്തിനോടൊപ്പം മാലിയമ്മൻ സൈനിങ് ഓഫ്. ഇതെല്ലാം കഴിഞ്ഞ് റെൻറ്റിനെടുക്കാൻ ലെൻസ് കൊടുക്കാൻ പോണ പോക്കാണിത് ജ്വല്ലറീസും. എനിക്കാണെങ്കിൽ ക്യാം റെൻറ്റിനെടുത്തത് വരുള്ളൂ. അതിന് കുറേ വഴക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ക്യാം അഖിലേട്ടൻ്റെ ആണല്ലോ. ഓർണമെൻറ്റ്സ് തിരിച്ചു കൊടുക്കാൻ വന്നാണ് ഗൈസ്. ക്യാം കൊടുക്കാൻ പോവാണ് ലെൻസ്. അപ്പോൾ ശരിക്കും ടാറ്റ ബൈ ബൈ.